കസ്തൂരി തൈലമിട്ട് മൂടി മീനുക്കി മുത്തോട് മുത്തു വെച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വെച്ച വള കിലുക്കി മന്ദാര കുളങ്ങര കുളിച്ചൊരുങ്ങി ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉമ്മച്ചിയോട് നിന്ന് വന്നിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. മാക്സിമം ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം തന്നെ അപ്ലോഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. 1-2 വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ വീടിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നു. അപ്പോൾ മിന്നും അമ്മയൊക്കെ പുറത്ത് ഓരോ പണികളൊക്കെ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മിന്നെടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇത്. പിന്നെ ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ രാവിലെ തന്നെ നീച്ച് കഴിഞ്ഞാൽ മാങ്ങ ഓരോന്ന് ഇങ്ങനെ വീണിട്ടുണ്ടാവും. അപ്പോൾ അത് മിന്നുമാണ് പോയിട്ട് സാധാരണ എടുക്കാറുള്ളത് കേട്ടോ. അങ്ങനെ അതൊക്കെ അവൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇമ്മച്ചിയോട് നിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഉണ്ടാവുക അങ്ങനെ മുറ്റം ക്ലീൻ ആക്കണ പണികളൊക്കെയാണ്. കാര്യമായിട്ട് അതൊക്കെ മമ്മന്നാണ് കേട്ടോ ചെയ്യുക. പക്ഷെ അതിന് ഹെൽപ്പായിട്ട് ഞാനടക്കം നിൽക്കാറുണ്ട്. വൈദവേ നമ്മളെ റംബൂട്ടാണ് അത്യാവശ്യം മാഷാഅല്ലാഹ് നല്ലോണം വളർന്നിട്ടുണ്ട്. ഇതിനും എല്ലാത്തിനും നോക്കണതൊക്കെ എൻ്റെ മമ്മന്നെയാണ് കേട്ടോ. നമ്മളത് ഫസ്റ്റ് വാങ്ങുന്ന ടൈമിൽ ഇതൊരു 2.5 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഞാനിങ്ങനെ നോക്കുമ്പോൾ 2.5 കൊല്ലമൊക്കെ എത്ര പെട്ടെന്നാണ് പോയിന്ന് അങ്ങനെ നിന്ന് ആലോചിക്കുകയായിരുന്നു. എന്തായാലും അതൊക്കെ പഴുത്ത് റെഡാവാൻ വേണ്ടി ഞങ്ങളിവിടെ എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആണ് കേട്ടോ. കാരണം നമ്മൾ വീട്ടിലുണ്ടായത് നമുക്ക് എന്തായാലും സ്പെഷ്യൽ ആണല്ലോ. നമ്മളെക്കാട്ടിലും ഈ റംബൂട്ടാൻ വന്ന പൊലിവ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക മമ്മക്ക് തന്നെ ആയിരിക്കും. ബിക്കോസ് ഷീ ഈസ് ദ കെയർ ടേക്കർ ഓഫ് ദീസ് പ്ലാന്റ്സ്. പിന്നെ മമ്മക്ക് ഇതേപോലത്തെ പ്ലാന്റ്സ് ഒക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യസ്തമായ രീതിയിൽ വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓരോ ആഴ്ചയും. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു പ്ലാന്റിനെ അത്യാവശ്യം മണ്ണൊക്കെ ആക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ചെടി ചട്ടിയിലൊക്കെ പെബിൾസ് വെക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെയ്യാൻ. അതിനതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഞാൻ വീടിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം ക്ലീനാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടിച്ചുകൂടി തുടക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2 വീക്സ് ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല, ലീവാണ്. ബൈ ദ വേ ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ വാട്ടർ ബോട്ടിൽ പോയി റീഫിൽ ചെയ്തിട്ടുണ്ട്. അതിന് ലീവ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ കൂടുതലും സെൽഫ് കെയർ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഹെയർ ഓയിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫേസ് പാക്ക് താൽക്കാലികമായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. സെൽഫ് കെയർ എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ അറിയൂല. അപ്പോൾ ഞാൻ ഇപ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് ദിവസം ലീവാണല്ലോ, അപ്പോൾ ഇതിനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ മുന്നത്തെ ക്ലിപ്പിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് സെറ്റായപ്പോൾ മമ്മ ഇവിടെ ഉച്ചക്കുള്ള ഉപ്പേരി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതാണ്. പിന്നെ ഈ വീഡിയോ ഞാൻ എടുക്കാനുള്ള മെയിൻ റീസൺ എൻ്റെ റൂമിൻ്റെ അവസ്ഥ കൊണ്ടാണ്. റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മളിപ്പോൾ പോയി വന്നുകൊണ്ട് തന്നെ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ടേബിളൊക്കെ അങ്ങനെ മെസ്സായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു തല മുതലൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബൈ ദ വേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ക്ലിപ്സ് ഒന്നും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാതിരുന്നത്. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ റൂം അത്യാവശ്യമൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫേസ് പാക്ക് ഇട്ട ടൈം കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി വെക്കുക, അതായത് ക്ലോത്ത്സൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ ആ ഫേസ് പാക്ക് ഒന്ന് ഡ്രൈ ആയപ്പോൾ ഞാൻ പോയിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഡീ-ടാൻ ഫേസ് പാക്ക് ആണ് കേട്ടോ. ക്ലാസ്സിനൊക്കെ പോയിട്ട് അത്യാവശ്യം ടാൻ അടിച്ചുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഡീ-ടാൻ ഫേസ് പാക്ക് തന്നെ ആക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ അത്യാവശ്യം ക്ലോത്ത്സൊക്കെ ഫോൾഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫ്രഷ് ആവലും അതേപോലെ തന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പോഴാണ് അവിടെ ഒരു മാങ്ങ കണ്ടത് കേട്ടോ. ഈ വീട്ടിൽ മാങ്ങ ഞാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേഗം എടുത്തേക്കണം. ബിക്കോസ് എല്ലാവരും മാംഗോ ലവേഴ്സാണ്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് നമ്മൾ രണ്ടാളും കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ മമ്മ ഇവിടെ ഓൾറെഡി ചിക്കൻ ഫ്രൈ ആക്കി കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയല്ലോ ഉപ്പേരി, അതും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മമ്മ കടയിൽ പോകണം പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ മോസ്റ്റ് കംഫർട്ടബിൾ വെയർ ആയിട്ടുള്ള അബായയാണ് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറും ചെയ്യുന്നുണ്ട്. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അതേപോലെ തന്നെ ഞാൻ ഇതൊക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ സ്കിന്ന് പീൽ ചെയ്ത് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓയിൻമെൻറ്റും ജസ്റ്റ് ഒരു ലിപ് ബാമും കൂടെ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സൺസ്ക്രീൻ നമ്മൾ എന്തോ ഒരു സംഭവം ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ
ചില ടൈമിലേക്ക് പുറത്ത് പോകുമ്പോൾ ഈ ആക്സസറൈസ് ചെയ്യാനുള്ള ഒരു പൂതി കുറച്ച് ഹൈ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ അടുത്ത് വരെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അബായക്ക് കുറച്ച് റിങ്സ് കുറച്ച് അധികം വാരി കൂട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് നമ്മൾ പുറത്തെവിടേക്കെങ്കിലൊക്കെ പോകുമ്പോഴാണല്ലോ അങ്ങനെ ആക്സസറൈസ് ചെയ്യുക. പക്ഷേ ഞാൻ വെറുതെ നിൽക്കുമ്പോൾ അബായയുടെ ഒപ്പം വെറുതെ ആക്സസറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ ഹിജാബും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മിന്നുവിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. TV ഒക്കെ കണ്ട് അങ്ങനെ. ഇപ്പോൾ വെക്കേഷൻ പറഞ്ഞിങ്ങനെ അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവാറ്. ഇപ്പോഴത്തെ ചൂടൊന്നും പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ കരിയാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങളൊരു കുട കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് നമ്മളിങ്ങനെ മുറ്റത്ത് റംബൂട്ടാൻ നിൽക്കുമ്പോൾ ആരായാലും നോക്കുമല്ലോ, അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കൽ കഴിഞ്ഞിട്ട് പിന്നെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ കാവടി തുള്ളിയിട്ടുള്ള പോക്കന്നെ ഉള്ളൂ കേട്ടോ. അവിടെ പോയപ്പോൾ മിക്ക സാധനങ്ങളും അവിടെ ഇല്ല, വെറുതെ സ്കിൻ കെയറും ചെയ്ത് പോന്നു. ആകെ നമ്മൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി, വേറെ എന്തൊക്കെയോ 1-2 ഐറ്റംസും കൂടെ വാങ്ങി. പിന്നെ ഈ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ഈ TV-യുടെ മുന്നിൽ ഓരോ വീഡിയോസ് കണ്ടിരിക്കുക, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ മെയിൻ ഹോബി. പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലിപ്സിലൊക്കെ മഴ കാണുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയൂല, പക്ഷേ നല്ലോണം പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പെയ്യലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത്യാവശ്യം കുറേ നേരം പെയ്യുന്നു. എവിടെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അത് അതിൻ്റെ പണി നോക്കി പോയി. ആ മഴയൊക്കെ കണ്ടപ്പോൾ എന്തോ പഴംപൊരിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പൂതിയായി. അപ്പം ഞാൻ മമ്മാനോട് പറഞ്ഞപ്പോൾ മമ്മക്ക് ഈ സെയിം പൂതിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പഴംപൊരി ആക്കാന്ന്. നോട്ട് ദ പോയിന്റ്, ഞാൻ പഴംപൊരി ആക്കാന്നല്ല കേട്ടോ, മമ്മാൻ്റെ ഒഫീഷ്യൽ പഴംപൊരി റെസിപ്പിയിൽ ഞാൻ ഉണ്ടാക്കണമെന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ലിപ്സൊക്കെ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഞാൻ നെയ്യ് എടുത്തിട്ട് ആദ്യം ഒന്ന് ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം പഴം കട്ട് ചെയ്യലും ബാറ്ററൊക്കെ സെറ്റ് ആയപ്പോൾ മമ്മയാണ് പൊരിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് അതിനുള്ളതൊന്നും ഞാൻ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കട്ടൻ ചായ കൂടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ മഴയുടെ പണി നോക്കി പോയിക്കണു. പിന്നെ കട്ടൻ ചായയിൽ കുറച്ചധികം തന്നെ പൊടി കൂടി പോയിട്ടുണ്ടായിരുന്നു. ആസ് എ ബിഗിനർ അതിൻ്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്കാണ്. ഇനി എന്തായാലും നമുക്ക് റെഡിയാക്കാം. മഴ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ നിന്നതാണ്. പക്ഷേ അതിൻ്റെ പാട്ടിന് പോയതുകൊണ്ട് അതിൻ്റെ വിഷമമുണ്ട്. പിന്നെ ആ കട്ടൻ ചായയുടെ കയ്പ്പാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഉണ്ടാക്കാനാ ഇനി നമുക്ക് റെഡിയാക്കാം. അങ്ങനെ ഞങ്ങളെ സംസാരവും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരവും അതേപോലെ തന്നെ ഓതലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ഞാനൊരു വലിയ പണിക്ക് കടക്കണത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കുറേ ക്ലിപ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിൻ്റെ അത്യാവശ്യം യൂസ് ചെയ്യാത്ത പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ഡീക്ലട്ടർ ചെയ്യാൻ നിന്നതാണ്. ഇപ്പം നിങ്ങൾ ഈ ഡോർ തുറക്കുമ്പോൾ വിചാരിക്കും ഹായ് എന്ത് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റൂം. 2-2.5 മണിക്കൂറാണ് ഞാൻ ഇതിനു വേണ്ടി ചെലവഴിച്ചത്. ബട്ട് നോട്ട് അബൌട്ട് ദ ടൈം ബട്ട് എഫേർട്ട് ഐ ടുക്ക് ടു ക്ലീൻ ദീസ് തിങ്സ്, അത് വേറെ തന്നെയായിരുന്നു. പിന്നെ ഇത്രയും ക്ലീനായി സെറ്റാക്കിയില്ലേന്ന് വിചാരിച്ചിട്ട് സമാധാനിക്കുക. ഞാൻ ബെഡ്ഷീറ്റും കൂടെ ചേഞ്ച് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. എനിക്ക് പിന്നെ വേറൊരു കാര്യത്തിൽ ബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വേഗം പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വാട്ടർ വീണ്ടും റീഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റൂം ക്ലീനിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. വേഗം പോയി നിസ്കരിച്ചു. എന്നിട്ട് സമയം നോക്കിയപ്പോൾ 11:10. ആഹാ, വളരെ നേരത്തെയാണ്. അങ്ങനെ പിന്നെ കൂടുതൽ ലേറ്റ് ആക്കാണ്ട് വേഗം പോയിട്ട് സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ടൈം എടുത്തിട്ട് റൂം ക്ലീൻ ചെയ്താൽ എന്താ, അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് അത് കിടക്കണ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇനിയിതിങ്ങനെ അത്യാവശ്യം കുറച്ചാഴ്ചകൾ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നതാണ് ടാസ്ക്. ബട്ട് ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അങ്ങനെ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഒറ്റ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പോയി കടന്നുറങ്ങണം. ബിക്കോസ് ഐ വാസ് സോ ടയേർഡ്. പിന്നെ നിങ്ങൾക്ക് ദീസ് ടൈപ്സ് ഓഫ് ഡേ ഇൻ മൈ ലൈഫ്സ് ഒക്കെ ഇഷ്ടമാണോ എന്നുള്ളത് പറയുക. എന്നാൽ ഞാൻ ഇങ്ങനത്തെ കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പം എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, അതുവരെ ഞാൻ ഈ റൂം ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.